ഗ്രെഗ് ചാപ്പലിൻ്റെ ഒരു 2005 മുതൽ 2007 വരെയുള്ള ആ ഒരു സ്റ്റിങ് ആ ഒരു കാലം എന്ന് പറയുമ്പോൾ ഗ്രെഗ് ചാപ്പൽ ആദ്യം ചെയ്തത് ആ സമയത്ത് വളരെ നന്നായിട്ട് ഇന്ത്യൻ ടീമിനെ നയിച്ചു കൊണ്ടുപോയിരുന്ന സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റനെ മാറ്റുകയായിരുന്നു. സൗരവ് ഗാംഗുലി എന്നത് വൈകാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നല്ലൊരു ക്യാപ്റ്റൻ, ടീമിൽ സീനിയോറിറ്റി വേണ്ട, ടീമിൽ സൂപ്പർ സ്റ്റാർസ് വേണ്ട, സീനിയോറിറ്റി തലം വേണ്ട എന്നുള്ളൊരു തീരുമാനം എന്നുള്ള ലൈനിലാണ് അന്ന് ഗ്രെഗ് ചാപ്പൽ സൗരവ് ഗാംഗുലിയെ മാറ്റിയത്. ഇതേപോലെ തന്നെയാണ് ഗംഭീറും. ഇതിപ്പം വിരാട് കോഹ്ലി ടീമിലില്ല, രോഹിത് ശർമ്മ ടീമിലില്ല. പലരും മനമെടുത്ത് ഒഴിഞ്ഞുപോയ ആൾക്കാരാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. അജിങ്ക്യ രഹാനെ അദ്ദേഹം വിരമിച്ചിട്ടില്ലെങ്കിലും ഓൾറെഡി ഔട്ട് ഓഫ് ടീമാണ്. ചേതേശ്വർ പൂജാരയ്ക്ക് പിന്നെയും ഒരു ബാല്യം ഉണ്ടായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ. അദ്ദേഹവും ഇനി ചാൻസ് കിട്ടില്ല എന്നുള്ള ലൈനിൽ വിരമിച്ചിരിക്കുകയാണ്. മുഹമ്മദ് ഷമി എന്ന ഇന്ത്യയുടെ ഏറ്റവും മികച്ച പേസ് ബോളർ, അതായത് അദ്ദേഹം ടെസ്റ്റിൽ കളിച്ച് പിന്നെ ഈ ആഭ്യന്തര മത്സരത്തിൽ കളിച്ച് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി. അദ്ദേഹം ബംഗാളിന് വേണ്ടി 3 ടെസ്റ്റുകളിൽ നിന്നും 17 വിക്കറ്റ് എങ്ങനെ എടുത്തിട്ട് മികച്ച ഫോമിലാണ് എന്ന രീതിയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ടീമിലേക്ക് എടുത്തിട്ടില്ല. പിന്നെയുള്ളത് ഇന്ത്യയുടെ ഈ ടീമിൽ നോക്കുമ്പോൾ സർഫറാസ് ഖാൻ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 64 ശരാശരിയുള്ള ഒരു ബാറ്റ്സ്മാനാണ്. പക്ഷേ അദ്ദേഹത്തെ ഗംഭീറിന്റെ കാലത്ത് ഗംഭീർ പിന്നെ അതിനുശേഷം എടുത്തിട്ടില്ല. ഓസ്ട്രേലിയ പര്യടനത്തിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം ടീമിലേക്ക് എടുക്കുകയും ചെയ്തിട്ടില്ല. അതിന് പകരം സായ് സുദർശന വളർത്താണ് ചെയ്തത്. സായിക്ക് 40 താഴെയാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ആവറേജ് എന്ന് ഓർക്കണം. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ ആ ഒരു 3ാം നമ്പർ പൊസിഷൻ, ടീമിലെ പരീക്ഷണങ്ങൾ മൊത്തത്തിൽ നോക്കും. വാഷിംഗ്ടൺ സുന്ദറിന്റെ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ അതും നമുക്ക് ഗ്രെഗ് ചാപ്പലിന്റെ കാലമായിട്ട് കണക്ട് ചെയ്യാം. കാരണം ഗ്രെഗ് ചാപ്പൽ ചെയ്തിരുന്ന മറ്റൊരു കാര്യം, ഇർഫാൻ പത്താൻ മികച്ച ബോളറായിരുന്നു. പത്താനെ 1 ഡൗൺ ഇറക്കി. പത്താനിന് സംശയം തോന്നുകയാണ്, ഞാൻ ബാറ്റ്സ്മാൻ ആണോ ബോളറാണോ എന്നുള്ളൊരു സംശയം തോന്നുന്നു. പതിയെ അദ്ദേഹത്തിന് സ്വിംഗ് നഷ്ടപ്പെടുന്നു. ബോളിങ്ങിലെ പെർഫോമൻസ് ഒക്കെ പാകിസ്ഥാനെതിരെ ഫസ്റ്റ് 3 പന്തുകളിൽ ഹാട്രിക് നേടിയൊരു ബോളറാണ് ഇർഫാൻ പത്താൻ എന്ന് ഓർക്കണം. അദ്ദേഹം ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഒരു ഓൾറൗണ്ടറാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പത്താനിലെ കഴിവുകളെ ഇല്ലാതാക്കിയൊരു മനുഷ്യനാണ് ഗ്രെഗ് ചാപ്പൽ. അതുപോലെ ടീമിൽ അന്തചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. ടീമിൽ ഈ സീനിയോറിറ്റി തലങ്ങൾ വേണ്ട, അതും ഗംഭീർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്.